ഇത് കേരള യൂണിവേഴ്സിറ്റി, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള യൂണിവേഴ്സിറ്റിയാണ്. 1937 ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. എന്നാൽ ഇതിനേക്കാൾ ഒരു 1100 ഇയർ കൂടെ പഴക്കമുള്ള യൂണിവേഴ്സിറ്റി നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലോ? ബാ, നമുക്ക് അങ്ങോട്ട് പോവാം. ആയിരത്തി 200 വർഷമെങ്കിലും പഴക്കമുണ്ടായിരുന്ന കാന്തല്ലൂർ ശാല നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് ഈ വലിയ ശാല പ്രദേശം. ഓക്കെ, ഇത് വിഴിഞ്ഞത്തായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും പഴയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കാന്തല്ലൂർ ശാല എന്നുള്ള യൂണിവേഴ്സിറ്റി ഇവിടെയാണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഇനി ഇതിൻ്റെ ഒരു പഴക്കം നോക്കുകയാണെങ്കിൽ നളന്ദ, തക്ഷശില പോലെയുള്ള ഏൻഷ്യൻ യൂണിവേഴ്സിറ്റീസിനോടും തന്നെ പഴക്കമുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത്. മറ്റൊരു പ്രത്യേകത എന്നാൽ ഈ വിദേശത്തു നിന്നുള്ള, ഇന്നിപ്പോൾ ശ്രീലങ്ക, ഇനിയിപ്പോൾ അന്നത്തെ കാലത്താണെങ്കിൽ മഹാരാഷ്ട്ര, ബാക്കിയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്ന് പഠിച്ചിരുന്നു. ഇനി പഠിപ്പിച്ചിരുന്ന വിഷയങ്ങളുടെ വൈവിധ്യവും ഭയങ്കരമാണ്. 65ഓളം വിഷയങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. ഒരു ബാച്ചിൽ 95 കുട്ടികളുണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് ചിലപ്പം ശരിയല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ബ്രാഹ്മണർക്ക് മാത്രമേ ഇവർ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിശക്തമായിട്ടുള്ള, കഠിനമായിട്ടുള്ള ചില നിയമങ്ങളും ഈ ഒരു യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. പിന്നീട് വന്നപ്പോൾ ഒരു 1000 AD ആയപ്പോഴത്തേക്കും ഇവിടെ ചേര ചോള യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധത്തിന് ശേഷം ഈ ഒരു യൂണിവേഴ്സിറ്റി ആയുധപ്പുരയായിട്ട് മാറുന്ന ഒരു ചരിത്രം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം ഇൻഫർമേറ്റീവ് കണ്ടൻസിന് വേണ്ടി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക്